അപ്പോൾ ഗൈസ് നമ്മുടെ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മുടെ ജേർണിയുടെ സെക്കൻഡ് പാർട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇൻബോക്സിലായിക്കോട്ടെ, കമൻറ്റ് ബോക്സിലായിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ മെസ്സേജ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സെക്കൻഡ് പാർട്ട് പബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എൻ്റെ അനിയത്തി എൻ്റെ കൂടെ വർക്കിന് വന്നിട്ടുണ്ടായിരുന്നു, അതല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വർക്കിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മയിൽ വാഹനത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നമുക്കൊരു വർക്ക് വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ നിറയെ പാടങ്ങളുള്ള സ്ഥലത്തായിരുന്നു നമ്മൾ വർക്കിന് പോയത്. അപ്പം ഞാനും അനിയത്തിയും സ്ഥിരം ഞങ്ങൾ രണ്ടുപേരും തന്നെ വർക്കിന് പോയി. അങ്ങനെ വർക്കിന് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഗൂഗിൾ അമ്മച്ച് പറയുന്ന ലൊക്കേഷൻ നോക്കിയല്ലേ നമ്മൾ പോകുന്നത്. കാരണം അറിയാത്ത സ്ഥലമല്ലേ, അറിയാത്ത സ്ഥലത്ത് നമ്മൾ വേറെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഗൂഗിൾ ലൊക്കേഷൻ നോക്കി വർക്കിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ വലിയ റോഡുകൾ ചെറിയതാകാൻ തുടങ്ങി, പിന്നെ അത് ഇടുങ്ങിയ റോഡാകാൻ തുടങ്ങി, പിന്നെ കാടാകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ റബ്ബർ തോട്ടത്തിലൊക്കെ കയറ്റിയാണ് ഞാൻ. അത് നമ്മൾ 2 വീലറിൻ്റെ ലൊക്കേഷനാണ് ഇരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലൊക്കേഷൻ വഴി പോയി ഞങ്ങൾ നേരെ ചെന്നുപെട്ടത് ഒരു വയലിൻ്റെ നടുക്കായിപ്പോയി. അപ്പം നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറയുന്നുണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ അനിയത്തിയോട് പറയുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുന്നു. ലാസ്റ്റ് ഇവൾ എന്നോട് ഇറങ്ങിയിട്ട് അവളെന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ ഗൈസ്. കാരണം മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്നിട്ട് എൻ്റെ ബ്രൈഡിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളിവിടെ നിൽപ്പുണ്ട്, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡാണ് ആക്ച്വലി അവിടെ ലൊക്കേഷൻ വരുന്നത്, പക്ഷെ വഴിയില്ല നമ്മൾ എങ്ങനെ അവിടെ പോകും എന്നറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയി, നിങ്ങൾ കറങ്ങിയാണ് വരേണ്ടത് എന്നപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് നമുക്ക് അറിയത്തില്ലോ, നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ, വഴി അറിയാതെ നമ്മൾ വേറെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് വഴി പറഞ്ഞു വിടുമ്പോൾ നമ്മൾ വേറെ ലൊക്കേഷൻ വഴി പോകും. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ആ ഒരു വീട്ടിലെത്തി. അതായിരുന്നു ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ഓരോ വർക്ക്. അത് നമ്മുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണല്ലോ, ഓരോ ദിവസം ഓരോ വർക്ക് വെച്ച് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് വർക്ക് വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഒരു ആദ്യത്തെ വർക്ക് കിട്ടുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയനും കൂടെ ആയിരുന്നു സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് എൻ്റെ അനിയത്തിക്ക് വയ്യായിരുന്നു, പനിയും കണ്ടായിരുന്നു. അങ്ങനെ വർക്കിന് പോയി. നമുക്ക് രാത്രിയിലുള്ള വർക്കും കണ്ടായിരുന്നു. 8 മണി 9 മണി ആ റേഞ്ചിന് വർക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മുടെ ലൊക്കേഷൻ വരെ ഒരു 2-2.5 മണിക്കൂർ ദൂരമുണ്ട്. വീട്ട് വരെയുള്ള ദൂരം, അതായത് ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട് വരെ 2.5 മണിക്കൂർ എങ്ങാണ്ട് ദൂരമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് വരുന്നത് നമ്മുടെ സ്കൂട്ടിയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്കൂട്ടിയിൽ നമ്മളിങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പം രാത്രി 10 മണി ആയപ്പോഴത്തേന് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പമ്പുകളൊക്കെ അടയ്ക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് പെട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ആ കാട്ടിൽ കുടുങ്ങും എന്നുള്ളൊരു സ്റ്റേജിലോട്ട് എത്തി. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഇറക്കം എന്നുള്ളൊരിത് വന്നപ്പോൾ വണ്ടി ഓഫാക്കി. അങ്ങനെ വണ്ടി താഴോട്ട് ഡ്രൈവ് ചെയ്തു. അങ്ങനെ കയറ്റം വരുന്ന സമയത്ത് ഓൺ ചെയ്ത് ഡ്രൈവ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഒരുവിധം മെയിൻ റോഡിൽ എത്തിയത്. അന്ന് ഞാനും എൻ്റെ അനിയനും കൂടെ എന്തൊരു പ്രഷറിലാണെന്ന് ആ സമയം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പം നമ്മളത് ആലോചിക്കുമ്പോൾ ചിരി വരും. കാരണം അന്ന് എത്രത്തോളം ടെൻഷൻ അടിച്ചു എന്നുള്ളത് ഇപ്പം പറഞ്ഞ് എങ്ങനെ എനിക്കത് എക്സ്പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഞങ്ങളത് നേരെ ചെല്ലുന്നത് ഒരു 24/7 പമ്പിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. ആക്ച്വലി നമ്മൾ വർക്കിന് പോയ സമയത്ത് ഫുൾ ടാങ്ക് അടിച്ചാണ്. എന്തോ ഒരു എറർ മിസ്റ്റേക്ക് കാരണം ഞങ്ങൾക്ക് പെട്രോൾ ടാങ്കിൽ പെട്രോൾ ഇല്ല എന്നുള്ളൊരു സിഗ്നൽ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളെപ്പോൾ തിരുവനന്തപുരത്ത് പോയാലും അനിയൻ ഇങ്ങനെ പറയും നിനക്ക് ഓർമ്മയുണ്ടോ ആ പെട്രോൾ പമ്പ്, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ നമുക്കതൊരു വലിയ മെമ്മറി ആയിരുന്നു. ഇപ്പം എനിക്ക് ഫ്യൂവൽ കൊണ്ടുണ്ടായ പ്രശ്നവും അതുപോലെ ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നും എനിക്കുണ്ടായ പ്രശ്നമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി എനിക്ക് രാത്രിയിൽ ആസ് എ ലേഡി എന്ന രീതിയിൽ എനിക്കുണ്ടായ ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അത് ഞാനിപ്പം വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനത് ഇപ്പോഴാണ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഞാനും അനിയത്തിയും കൂടെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണല്ലോ. കാരണം രാത്രിയാണ്, ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ വീടെത്തണം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ മാക്സിമം നമുക്ക് ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറയാറുണ്ട് നിങ്ങളിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോയാൽ മതി എന്ന് പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ സ്റ്റേ എടുക്കാറില്ല. ഞങ്ങളുടെ മയിൽ വാഹനത്തിൽ തന്നെ വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ നമ്മൾ വരുന്ന സമയത്തിൽ നമുക്ക് രാത്രി പെട്രോളിങ്ങിനൊക്കെ പോലീസുകാർ കാണും. അപ്പോൾ പോലീസുകാരിങ്ങനെ കൈ കാണിച്ച് നിർത്തിയിട്ട് നമ്മുടെ ഡീറ്റെയിലൊക്കെ എഴുതിയെടുക്കുമല്ലോ. അങ്ങനെ പോലീസുകാർ ആദ്യം ഒരു വട്ടം പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവരെന്തിനാണ് കൈ കാണിച്ച് നിർത്തുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പം കൈ കാണിച്ച് നിർത്തിയ സമയത്ത് നമ്മുടെ പേരും ഡീറ്റെയിലൊക്കെ ചോദിച്ചു, രാത്രി എവിടെ പോകുന്നയാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങളിങ്ങനെ വർക്കിന് പോകാം, മെഹന്തി ഇടാനാണ് പോകുന്നത് എന്നാ പറഞ്ഞപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ കൊള്ളാമല്ലോ, നിങ്ങൾ ഇത്രയും ദൂരം എവിടെ നിന്നാണോ മക്കളെ വരുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മുടെ പേരും ഡീറ്റെയിലൊക്കെ. പിറ്റേ ദിവസം നമ്മൾ വർക്കിന് പോകുമ്പോൾ ഈ സെയിം ആൾക്കാർ തന്നെ
പിന്നെയും കാണുമല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വർക്ക് ഉണ്ടായിരുന്നോ? ആ രസമുണ്ട് എന്നൊക്കെ നമ്മളെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരുന്നു അന്ന് പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോലീസുകാരെ പിന്നെ സ്ഥിരമായിട്ട് കാണുമ്പോൾ അവർക്ക് നമ്മൾ മനസ്സിലാവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പേരിൽ നേരത്തെ എഴുതിയിട്ട് നമ്മളെ പേര് കറക്റ്റായിട്ട് ഓർമ്മ വരുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കാണിച്ച് പറഞ്ഞൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അവർ നമ്മുടെ പേര് എങ്ങനെ എഴുതിയിട്ട് നോട്ട് ചെയ്തായിരുന്നു ചെയ്തോട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല നല്ല എക്സ്പീരിയൻസ്, നമുക്ക് സേഫ്റ്റി പരമായിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ റെയിൻകോട്ട്, അതായത് നമ്മളെ ആരാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ റെയിൻകോട്ട് ഇട്ടിട്ടൊക്കെ ആയിരുന്നു രാത്രിയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത പാർട്ടി പറയാം. ഓക്കെ, ബൈ.